ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മൃതദേഹം കണ്ടെത്തി. ഔദ്യോഗിക സംസ്കാരം നാളെ. ഇറാനിൽ പരമോന്നത നേതാവായത്തുള്ള ഖമേനി 5 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖ്ബർ ഇടക്കാല പ്രസിഡന്റാകും. ഇന്ത്യയിൽ നാളെ 1 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ലോക നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. ഇസ്രായേലുമായി സംഘർഷ സാഹചര്യം ഒഴിയാത്ത പശ്ചാത്തലത്തിലാണ് പ്രസിഡന്റിന്റെ അപകട മരണം എന്നത് പ്രധാനമാണ്. റഷ്യ, ചൈന, തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അപകടത്തിൽ അനുശോചിച്ചപ്പോൾ അമേരിക്ക ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കൊന്നത് മൊസാദോ? ടി പി ശ്രീനിവാസൻ, മുൻ അംബാസിഡർ, എം കെ ഭദ്രകുമാർ, മുൻ അംബാസിഡർ, കെ പി ഫാബിയൻ, മുൻ അംബാസിഡർ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം ടി പി ശ്രീനിവാസൻ, മൊസാദിന്റെ റോൾ അത് പരിശോധിക്കപ്പെടുമോ? ഞാനിന്ന് ആദ്യം ഒരു ചാനൽ എന്നോട് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള ഒരു അഭിപ്രായമുണ്ടല്ലോ. അത് മാത്രമേ ഇതിൽ കാര്യമായിട്ടുള്ളൂ. അല്ലാതെ മറ്റൊരു കാര്യം നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുകയില്ല. ചോദിക്കുമായിരിക്കും എന്ത് സംഭവിച്ചു, ഇത് മൊസാഡാണോ എന്നൊക്കെ. പക്ഷെ ആ ചോദ്യങ്ങൾ ഉയരുന്നുമുണ്ട്. പക്ഷേ അതല്ലല്ലോ ഇപ്പോഴും നമ്മുടെ പ്രശ്നം. ഇപ്പോൾ അവിടുത്തെ നേതൃത്വത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിൽ ഇറാനിൽ എന്തെങ്കിലും ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവുക, ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലാകുക, പാലസ്റ്റീന് കിട്ടുന്ന സപ്പോർട്ട് ഇല്ലാതാവുക, ഇതൊക്കെ എങ്ങനെയാണ് ലോകത്തെ ബാധിക്കുക എന്നുള്ളതായിരിക്കണം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം അതിനുള്ള എവിഡൻസ് ഒന്നും നമുക്ക് ഇതുവരെ ഇല്ലല്ലോ. ഇന്നത്തെ സംഘർഷത്തിൽ പലസ്തീന് പിന്തുണ നൽകുന്നു ഇറാൻ എന്നതിനപ്പുറത്തേക്ക് അവിടെ അസർബൈജാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഇറാനിയൻ പ്രസിഡന്റിനെ വധിക്കാൻ കാരണമെന്ന് യൂറോപ്യൻ യൂണിയൻ്റെ ഒരു മുൻ പാർലമെൻറ്റ് അംഗം കൂടി സമീപ മണിക്കൂറിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വിഷയം ഇസ്രായേൽ ഇറാൻ ബന്ധത്തെ ബാധിക്കുന്നുണ്ട്. അതെ, ഈ കഥകളൊക്കെ വരും തീർച്ചയായിട്ടും. പക്ഷെ അതിന് തെളിവുള്ളത് വരെ നമ്മളതിനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ നമ്മളിന്ന് ലോകത്തിനേക്ക് നോക്കേണ്ടത് ഒരു സീസ് ഫയറിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ് ഗാസയിലെ സിറ്റുവേഷൻ. അപ്പോൾ അത് മാറിപ്പോകുന്നതാണ് ഏറ്റവും വലിയ ദുരന്തമാകുന്നത്. കാരണം ദിവസവും ആളുകൾ മരിക്കുകയാണ്. ലോകത്ത് ഇസ്രായേൽ ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങളും ഒരു സീസ് ഫയർ ആഗ്രഹിക്കുന്നു. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ഹോസ്റ്റേജസ് എന്നുള്ളതാണ്, അല്ലാതെ മറ്റ് ഇഷ്യൂസിനേക്കാളും അവർ അതിനാണ് പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കൊരു സീസ് ഫയർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതിന് തകരാറ് പറ്റുമോ എന്നുള്ള ഒരു സംശയമാണ് എനിക്കുള്ളത്. അതാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്. പക്ഷേ തീർച്ചയായിട്ടും ഇറാനിലൊരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും. അദ്ദേഹം ഇലക്റ്റഡ് പ്രസിഡൻ്റ് ആണെങ്കിൽ പോലും അവിടുത്തെ ഒരു തിയോക്രാറ്റിക് ഗവൺമെൻറ് ആണല്ലോ. അപ്പോൾ നമുക്കറിയാൻ പറ്റുന്നത് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിനെതിരായിട്ട് ഒരുപാട് പരാതികളൊക്കെ ഉണ്ടെങ്കിലും ഇൻറ്റേർണലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവം ഒരുപക്ഷെ ഇതിനെയൊക്കെ ബാധിച്ചെന്നിരിക്കും. പുതിയ ആൾക്ക് എന്തായിരിക്കും ചിന്ത എന്നുള്ളത്, അതൊക്കെ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതാണ്. പക്ഷേ അതൊരു ഇസ്രായേൽ ചെയ്തതാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് പോകാൻ ഞാൻ തയ്യാറില്ല. കെ പി ഫാബിയൻ, നിലവിൽ ഇപ്പോൾ ടി പി ശ്രീനിവാസൻ പ്രകടിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് പലസ്തീനുള്ള പിന്തുണ കുറയുമോ ഇനി, മാത്രമല്ല ഒരു സീസ് ഫയർ ഘട്ടത്തിൽ അത് ഇല്ലാതാക്കി പുതിയ സംഘർഷ മേഖലകളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണോ എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ഇസ്രായേലുമായി ഒരു പ്രത്യക്ഷ യുദ്ധത്തിന് തയ്യാറാകുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള ശക്തി ഇറാനുണ്ടോ? ഇപ്പോൾ ഒരു ഇറാനിയൻ ഡിഫൻസ് ഉദ്യോഗസ്ഥനെ ഇസ്രായേൽ ആക്രമിച്ചു കൊന്നിട്ട് വളരെ ഉപരിപ്ലവമായിട്ടുള്ള ഒരു മറുപടി മാത്രമാണ് ഇറാൻ കൊടുത്തിട്ടുള്ളത്. ഈ പ്രോക്സി വഴിയല്ലാതെ നേരിട്ട് ഇറാന് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ശക്തി ഇന്നുണ്ടോ? ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇറാനിൽ ഫോറിൻ പോളിസിയെ സംബന്ധിച്ചിടത്തോളം, ഡൊമസ്റ്റിക് പോളിസിയെ സംബന്ധിച്ചിടത്തോളം സുപ്രീം ലീഡറാണ് ഇമ്പോർട്ടൻ്റ് ഡിസിഷൻസ് തീരുമാനിക്കുക, പ്രസിഡൻ്റ് അല്ല. അപ്പോൾ ഇറാൻ്റെ ഫോറിൻ പോളിസിയിൽ ഈ മരണം കൊണ്ട് എന്തെങ്കിലും വ്യതിയാനം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
രണ്ടാമത് ഇറാൻ്റെ സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഗാസയിൽ പലസ്തീനിയൻസ്. ആ സപ്പോർട്ട് തീർച്ചയായിട്ടും നിലനിൽക്കും. പിന്നെ വേറൊന്ന് പറഞ്ഞു അംബാസഡർ ശ്രീനിവാസൻ, അതായത് ഇതുവരെയും നമുക്ക് ഇസ്രയേലിന് ഇതിന് എന്തെങ്കിലും പങ്കുണ്ടായിരുന്നുവെന്ന് നമുക്ക് തെളിവ് കിട്ടിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. ഇതുവരെ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം ബാഡ് വെതറാണ്. തന്നെയുമല്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊരു ബെൽ ഹെലികോപ്റ്ററാണ്. അതിൻ്റെ ബെൽ കമ്പനിയുടെ ആസ്ഥാനം ടെക്സസ് ആണെന്ന് നമുക്കറിയാം. 2018 ഇറാൻ ICJ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കോർട്ട് ഓർഡർ ചെയ്തു അമേരിക്കയോട്, അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമാനിറ്റേറിയൻ നീഡ്സ്, ഭക്ഷണം, മരുന്ന്, സിവിൽ ഏവിയേഷൻ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്, സ്പെയർ പാർട്സ്, ആ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യണമെന്ന് ICJ ഓർഡർ ചെയ്തു. പക്ഷേ വാഷിങ്ടൺ അത് അനുസരിച്ചില്ല. അപ്പോൾ ഒരു ഇറാനിയൻ ഫോർമർ മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞു അമേരിക്കയാണ് ഇതിന് റെസ്പോൺസിബിൾ. അദ്ദേഹം പറഞ്ഞതിൽ കാതലുണ്ട്. പക്ഷേ KP ഫാബിയൻ, താങ്കൾ സംശയിക്കുന്നു ഇതിനകത്ത് അട്ടിമറിയുണ്ട് എന്ന്? ഇല്ല, ഇതുവരെ നമുക്ക് അതിനുള്ള തെളിവ് കിട്ടിയിട്ടില്ല. പക്ഷേ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഒഫീഷ്യല് അനോണിമസ് ആയിട്ട് പേര് കൊടുക്കാതെ പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലിന് അതിൽ യാതൊരു പങ്ക് ഉണ്ടായിരുന്നില്ലെന്ന്. പിന്നെ വേറൊന്ന് മനസ്സിലാക്കാനുള്ളത്, ഇറാന് ഇതിനെപ്പറ്റി എന്തെങ്കിലും തെളിവുണ്ടോ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ തന്നെയും അതിനെപ്പറ്റി എന്താണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്, ആ തീരുമാനം എടുക്കാണ്ട് ഇറാൻ അതിനെപ്പറ്റി ഒന്നും പറയാൻ പോകുന്നില്ല. ഇതിനകത്തൊരു ഇസ്രായേൽ മുദ്രയിൽ, ഒരു മൊസാദ് മുദ്രയില്ലേ യഥാർത്ഥത്തിൽ? പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും കൊല ചെയ്യപ്പെടുന്നു. അസർബൈജാനിൽ നിന്ന് വരുമ്പോഴാണ് അസർബൈജാൻ എന്ന് പറയുന്ന ഷിയ സ്റ്റേറ്റ് ഇറാനുമായി കൂടുതൽ അടുക്കുന്നത്. ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുക ഇസ്രായേലിനെയാണ്. അവരുടെ ആയുധ കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ വരും. ഇങ്ങനെ വെറുമൊരു ഗാസയെ അല്ലെങ്കിൽ പലസ്തീനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ഇത്. അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ശരിയായിട്ടുള്ള തെളിവ് കൂടാതെ ഇസ്രയേലിനെ ഇക്കാര്യത്തിൽ അക്യൂസ് ചെയ്യുന്നത് ശരിയായിരിക്കില്ല. തന്നെയുമല്ല, ഈ വിമാനം വളരെ പഴയ ഹെലികോപ്റ്ററാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ അടുത്ത് ആവശ്യമുള്ള സ്പെയർ പാർട്സ് ഒന്നുമില്ല. അപ്പോൾ കനിബലൈസ് ചെയ്ത പാർട്സൊക്കെയാണ് അവിടെ ഇടുന്നത്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചത് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുള്ള ഒരു തെറ്റാണിത്. അതെ, ബെൽ 212 എന്ന് പറയുന്നത് പഴയ വിമാനം, പഴയ ഹെലികോപ്റ്ററാണ്. പ്രത്യേകിച്ച് ലെവൽ 1, ഏറ്റവും കാലാവസ്ഥ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങളിൽ മാത്രം സ്റ്റേറ്റ് ലീഡേഴ്സിന് സഞ്ചരിക്കാൻ കഴിയുന്ന ഹെലികോപ്റ്ററിലാണ് യഥാർത്ഥത്തിൽ കാലാവസ്ഥ ദോഷകരമായിട്ടുള്ള ഒരു സമയത്ത് സഞ്ചരിച്ചിട്ടുള്ളത് എന്നൊക്കെ കാണുമ്പോൾ തന്നെയും പ്രസിഡൻറ്റും വിദേശകാര്യമന്ത്രിയും ഈ പലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്ത് അസർബൈജാൻ അർമീനിയ പ്രശ്നത്തിൽ അസർബൈജാൻ കുറെ കൂടി ഇസ്രായേൽ പക്ഷത്തേക്ക് ചായുന്നു എന്നുള്ള, ക്ഷമിക്കണം, ഇറാൻ പക്ഷത്തേക്ക് ചായുന്നു പറയുന്ന കോണ്ടെക്സ്റ്റ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിയാണ്, താങ്കൾ പറഞ്ഞതുപോലെ ആധികാരികമായി ഒരു മെയിൻ സ്ട്രീം മീഡിയയോ അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീം രാഷ്ട്രീയ നേതൃത്വമോ ഇക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കാതെ നമുക്ക് അക്കാര്യത്തിൽ എടുത്തു ചാടാൻ കഴിയില്ല. അല്ല, അങ്ങനെയുള്ള ഒരു സംശയം പ്രകടിപ്പിച്ചാൽ പോരാ, അതിനുള്ള തെളിവ് നമുക്ക് കൊടുക്കണം. അല്ലാതെ സംശയം എല്ലാവർക്കും പ്രകടിപ്പിക്കാം. ഏതായാലും TP ശ്രീനിവാസൻ, അങ്ങനെ ഒരു സംശയം വരികയോ അത്തരത്തിലൊരു ആക്ഷേപം ഇറാൻ ഉന്നയിക്കുകയോ ചെയ്താൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി ഒരുപക്ഷെ കയ്യിൽ നിൽക്കുന്ന ഒരു റീജിയണൽ വാറിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത പോലും ഉണ്ട്. അതെ, അത് തീർച്ചയായും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ലോകമായ യുദ്ധങ്ങൾ തന്നെ തുടങ്ങിയിട്ടുള്ളത് ചെറിയ കാര്യങ്ങൾ കൊണ്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതത്ര ചെറിയ കാര്യമല്ല. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റ് ആണെങ്കിൽ പോലും അവരുടെ തിയോക്രാറ്റിക് ലൈനിൽ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ധാരാളം ചാർജുകളുണ്ട്. അമേരിക്കയ്ക്ക് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ വരാവുന്നതാണ്. അത് വരികയും ചെയ്യും. പക്ഷേ ഈ കാര്യത്തിൽ നമുക്കൊരു ഇൻസ്റ്റെബിലിറ്റി ലോകത്തുള്ള സമയത്ത് ഇതുപോലെയുള്ളൊരു സംഭവം ഉണ്ടാകുന്നത് തീർച്ചയായും നിർഭാഗ്യകരമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. വിശേഷിച്ചും ഇന്ത്യയോട്
വളരെ അടുത്ത് പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ പ്രസിഡൻറ്റ്. അപ്പോൾ അത് നമ്മുടെ പ്രധാനമന്ത്രി ഊന്നി പറയുകയും ചെയ്തു. അപ്പോൾ നമുക്ക് പ്രത്യേക താല്പര്യമുണ്ട് അദ്ദേഹത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നഷ്ടം ഒരുപക്ഷെ നമുക്കും ഒരു നഷ്ടമായി വരാം എന്ന് സാധ്യതയുണ്ട്. കാരണം ചബഹാറിൽ ഇപ്പോൾ നമ്മളൊരു സിഗ്നേച്ചർ കൊടുത്തതേ ഉള്ളൂ. അഫ്ഗാനിസ്ഥാനുമായിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സപ്ലൈസ് കിട്ടാൻ വേണ്ടി അമേരിക്കയോട് ചബഹാറിൻ്റെ കാര്യത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം നമ്മൾ ആവശ്യപ്പെടുന്നു. അങ്ങനെയുള്ളൊരു വലിയ ഒരു കോംപ്ലക്സ് സിറ്റുവേഷനിലാണ് ഇന്ത്യ, ഇറാൻ, അമേരിക്ക, അഫ്ഗാനിസ്ഥാൻ കാര്യങ്ങൾ, അതുപോലെ പാലസ്റ്റൈൻ. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഇതുണ്ടായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഖമേനയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നുണ്ടെങ്കിലും ആ ഡൗൺ ദ ലൈൻ ഒരു വേണമല്ലോ, വ്യത്യാസം വരുമെന്ന് ഉള്ളതാണ് ഒരാശങ്ക. ഒന്ന്, ഈ അസർബൈജാൻ ഇസ്രായേൽ സഹകരണം, നേരത്തെ ഉണ്ടായിരുന്ന സഹകരണത്തിന് കുറച്ചുകൂടി മങ്ങലേൽപ്പിക്കുന്ന വിധത്തിൽ ഇപ്പോൾ അവരുടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതി വരുന്നു. അങ്ങനെ ഇറാനും അസർബൈജാനും, രണ്ട് ഷിയാ സ്റ്റേറ്റുകൾ യോജിച്ച് നിന്നാൽ അവിടെ ഇസ്രായേലിൻ്റെ ആയുധ വിൽപ്പന എന്ന് പറയുന്ന താല്പര്യം ഇല്ലാതാകുന്നു എന്നുള്ളത് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റ് അംഗം ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്. രണ്ട്, അതേസമയം തന്നെ ഇപ്പോഴുള്ള ആയത്തുള്ള ഖൊമൈനി 85 വയസ്സായതുകൊണ്ട് തന്നെ സുപ്രീം ലീഡർ പദവിയിലേക്ക് ഇബ്രാഹിം റൈസിക്ക് വരാനുള്ള സാധ്യത, അതിന് അസംബ്ലി ഓഫ് എക്സ്പേർട്സുമായിട്ട് തർക്കം നടക്കുന്ന സമയമാണ്. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള അന്തർസംഘർഷങ്ങൾ കൂടി ഒരുപക്ഷെ ഇറാനിൽ അത് പ്രാദേശികമായി അത് എങ്ങനെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന അറിയില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ മരണത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നോക്കുന്നുണ്ടോ CTP ശ്രീനിവാസൻ? അതെ, തീർച്ചയായിട്ടും എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അനലൈസ് ചെയ്യുന്നുള്ളതിന് സംശയമൊന്നുമില്ലല്ലോ. കാരണം ഇതെല്ലാവരെയും ബാധിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇറാൻ ഒരു ക്രിട്ടിക്കൽ സ്പേസിലാണ് ഇപ്പോൾ ഉള്ളത്. അവർ ചൈനയായിട്ട് അടുത്ത് വരുന്നു. ചബഹാറിൻ്റെ കാര്യത്തിൽ അവർക്ക് ചില ഹെസിറ്റേഷൻസ് ഉണ്ടായിരുന്നു, എന്നാലും അത് അവർ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു. അഫ്ഗാനിസ്ഥാനിൽ വലിയ പ്രശ്നങ്ങളാണ്. നമ്മൾ തന്നെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഗവൺമെൻറ്റുമായിട്ട് സമ്പർക്കം പുലർത്താൻ ശ്രമിക്കുകയാണ്. ചബഹാർ നന്നായിട്ട് പോയാൽ അത് അഫ്ഗാനിസ്ഥാന് സഹായകരമാണെന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങളുള്ള ഒരു സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റാതെ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ, ഇസ്രയേൽ ഇതിൽ പങ്കില്ല എങ്കിൽ പിന്നെ ഇതൊരു ദുരന്തം മാത്രമാണെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. പക്ഷേ അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് ഏത് തരത്തിൽ പോകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധ്യമല്ല. പക്ഷേ എന്നാലും ഇപ്പോൾ ചൈനയും റഷ്യയുമായിട്ടുള്ള വളരെ അടുത്ത ബന്ധം തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാക്കുന്നുമുണ്ട് നമുക്ക് വേണ്ടി. MK ഭദ്രകുമാർ കൂടി. MK ഭദ്രകുമാർ, ഇതിനകത്ത് ഏറ്റവും പ്രധാനമായും മൊസാദ് ഉണ്ടോ എന്നുള്ളതാണല്ലോ ഒരു ആശങ്കയായി നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു ആശങ്ക യാഥാർത്ഥ്യമാവുകയാണ് എങ്കിൽ ഒരു പ്രാദേശിക യുദ്ധത്തിനപ്പുറത്തേക്ക് കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന കാര്യങ്ങളായി ഈ ഒരു യുദ്ധം പരിണമിക്കും. ഏറ്റവും ഒടുവിൽ റഷ്യ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറുഭാഗത്ത് മെഡിറ്ററേനിയൻ കടലിൽ അമേരിക്കൻ കപ്പൽപ്പടയാണ് വരേണ്ടത്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? ഇതിപ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അലൈൻമെൻ്റാണ് അവിടെ രൂപപ്പെട്ടിരുന്നത് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നമ്മൾ കാണുമ്പോൾ. അതായത് ഈ അമേരിക്കയ്ക്ക് അവിടെ ഒരു യുദ്ധം ഉണ്ടാകുന്നതിൽ യാതൊരു താല്പര്യമില്ല, ഇറാനും യുദ്ധമുണ്ടാകുന്നതിൽ താല്പര്യമില്ല. ഈ ഗാസയുടെ യുദ്ധം തുടങ്ങിയതിന് ശേഷം അതിനും കൂടെ കുറച്ച് പുറകോട്ട് പോവുകയാണെങ്കിൽ ഈ ഒക്ടോബറിലെ ഹമാസിൻ്റെ ഇസ്രയേലിലെ അറ്റാക്ക് വന്നതിന് ശേഷം ഉണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളിൽ വളരെ വലിയ നേട്ടം കിട്ടിയിട്ടുള്ളത് ഇറാനാണ്. അതായത് ഇറാൻ്റെ പിന്തുണയോടുകൂടിയുള്ള ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അവർ വളരെ വലിയ ഒരു ഫാക്ടറായിട്ട് ആ പ്രാദേശിക തലത്തിൽ റീജിയണൽ പോളിറ്റിക്സിൽ പ്രത്യക്ഷപ്പെട്ടു. രണ്ടാമത് ഈ ഹമാസ് എന്നുള്ള ഒരു പ്രസ്ഥാനം അങ്ങനെ പെട്ടെന്ന് അതിനെ നശിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ, അതൊരു ആശയമാണല്ലോ. അപ്പോൾ ഇപ്പോൾ അമേരിക്ക തന്നെ പറയുന്നു, വളരെ വലിയ തലപ്പത്ത് നിന്ന് തന്നെ പറയുന്നു, ബ്ലിങ്കനും ബൈഡനും മറ്റും, ഈ ഹമാസിനെ തോൽപ്പിക്കുക എന്നുള്ള ഇസ്രായേലിൻ്റെ അജണ്ട ഒട്ടും ഒരു യാഥാർത്ഥിക ബോധത്തോടു കൂടിയുള്ളതല്ല, അങ്ങനെ തോൽപ്പിക്കാൻ പറ്റുകയില്ല എന്നുള്ളത്.
അപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധിയാണ്. ഇസ്രയേലിന് ഇപ്പോൾ ഏറ്റവും മുതലെടുക്കാൻ പറ്റുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു സംഘട്ടനം ഉണ്ടാവുകയാണെങ്കിലാണ്. അവിടെ നേരിട്ട് ഇറാനോട് ഒരു യുദ്ധത്തിന് അമേരിക്കയുടെ പിന്തുണയില്ലാതെ, അമേരിക്കയുടെ നിഴലിൽ നിന്നുകൊണ്ടല്ലാതെ, പിറകിൽ നിന്നുകൊണ്ടല്ലാതെ ഇറാനെ നേരിടാനുള്ള ശേഷി ഇസ്രായേലിനില്ല. അത് മിസൈൽ കേപ്പബിലിറ്റി എടുക്കുകയാണെങ്കിൽ തന്നെയും ഏതാണ്ട് വളരെ വലിയൊരു പാരിറ്റിയാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് അതേസമയം ഇത്തരത്തിലുള്ള ഒരു യുദ്ധത്തിലോട്ട് പോകാൻ താല്പര്യമില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇൻഡോ പസഫിക്കിൽ ചൈനയെ ചെറുക്കൽ, അതുപോലെ യുക്രൈനിൽ റഷ്യയെ ചെറുക്കൽ, ഇത്തരത്തിലുള്ള ഈ വലിയ ഒരു അജണ്ടയുടെ നടുക്ക് നിൽക്കുകയാണ് അമേരിക്ക. പിന്നെ അത് മാത്രമല്ല, ഈ വർഷം തിരഞ്ഞെടുപ്പുണ്ട് താനും. അമേരിക്കയിലെ പബ്ലിക് ഒപ്പീനിയൻ പശ്ചിമേഷ്യയിലെ ഒരു യുദ്ധത്തിന് അമേരിക്ക ഇടപെടുന്നതിൽ ഒട്ടും സഹകരിക്കുകയില്ല, അനുകൂലിക്കുകയില്ല. ഇതൊരു ഇലക്ഷൻ ഫാക്ടറായിട്ട് തന്നെ മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ അമേരിക്ക ചെയ്യുകയാണെങ്കിൽ ബൈഡൻ ചെയ്യുകയില്ലത്. അപ്പോൾ ഇദ്ദേഹം ഈ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം വളരെ പരുങ്ങലിലായിരിക്കുകയാണ് ഇപ്പോൾ. ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവിടുത്തെ ഫോർമർ ഡിഫൻസ് മിനിസ്റ്ററായിരുന്ന ഗ്രാൻസ് തന്നെ എങ്ങനെയാണെന്ന് പറഞ്ഞു, അദ്ദേഹം ഈ കോയലിഷൻ സെപ്റ്റംബറിൽ നിന്ന് വിട്ട് മാറാൻ പോവുകയാണ് എന്ന് ത്രട്ടൻ ചെയ്തിരിക്കുകയാണ്. ഗാസയുടെ ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ബ്ലൂ പ്രിൻ്റ് നെതന്യാഹു അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് മുമ്പായിട്ടെന്ന്. പദ്മകുമാർ, താങ്കൾ പറഞ്ഞു വരുന്നത് ഇസ്രായേൽ ഇങ്ങനെ പ്രസിഡന്റിനെയും വിദേശകാര്യമന്ത്രിയെയും വധിച്ച് മേഖലയിൽ ഒരു ട്രിഗർ ഉണ്ടാക്കിയെന്നാണോ? ഇല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അത് തീർച്ചയായിട്ടും അത് പറയാനുള്ള ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തിയിട്ടില്ല. ഇറാൻ തന്നെ പറയാത്ത ഒരു കാര്യം നമ്മൾ എന്തിനാണ് പറയുന്നത്? അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് അടുത്ത ഒരു 47-72 മണിക്കൂറിൽ കൂടുതൽ വിശദാംശങ്ങൾ കിട്ടിത്തുടങ്ങും. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത്, എൻ്റെ അഭിപ്രായത്തിൽ, ഈ വലിയൊരു ട്രാജഡി ഇറാനെ ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളത് മാത്രമാണ്. അതിൽ നിന്നും ഉള്ള സ്പിൻ ഓഫ് റീജിയണൽ പോളിറ്റിക്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയും കാര്യത്തിലെടുക്കണമെന്നുള്ളതാണ്. അല്ലാതെ ഇസ്രായേലിലോട്ട് കടക്കേണ്ട ഘട്ടം എത്തിയിട്ടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പ്രാദേശികമായി ഇറാനെ ഇത് വലിയ നിലയിൽ ബാധിക്കും. ഇപ്പോൾ ഇബ്രാഹിം റൈസിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനമേറ്റു കഴിഞ്ഞിരിക്കുന്നു. ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, അത് വലിയ നിലയിൽ ആവേശം ഉണ്ടാക്കാൻ പോകുന്ന പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അല്ലെങ്കിൽ തന്നെയും സുപ്രീം ലീഡർ നിലവിൽ ആയത്തുള്ള അലി ഖൊമൈനി തന്നെ ആയി തുടരുന്ന സാഹചര്യത്തിൽ അതിനകത്ത് വലിയ ഒരു അന്തർസംഘർഷം ഇറാനുള്ളിൽ പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുമെന്ന് കരുതേണ്ടതുണ്ടോ? ഇല്ല, അത് വരില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഏതെങ്കിലും വിധത്തിൽ ഇറാനിൽ തന്നെയും ഡിസെൻഡിങ് വോയിസസ് ഉണ്ടെങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ ഇവിടെ പറയാറുണ്ടല്ലോ, ഈ സിമ്പതി ഫാക്ടർ എന്ന് പറയുന്നത്, അതൊരു വലിയൊരു കൺസിഡറേഷനാണത് പല ആളുകൾക്കും. പിന്നെ ഈ രാജ്യത്ത് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവുന്നു, കയോട്ടിക് കണ്ടീഷൻ ഉണ്ടാവുന്നു, യുദ്ധത്തിലുള്ള പോകുന്നു എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇറാനിലെ ജനത സ്റ്റെബിലിറ്റിയെ ഊന്നിക്കൊണ്ട് ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ആ മാറ്റം ഉണ്ടാകുമെന്ന്, അത്തരത്തിലുള്ള ഒരു കൊളിഷൻ അവിടെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ മനസ്സിലാക്കേണ്ടത്, റൈസി രാഷ്ട്രീയ രംഗത്തുള്ള ഒരു നേതാവല്ലായിരുന്നു. അദ്ദേഹം ജുഡീഷ്യറിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം മുഴുവനും, പബ്ലിക് ലൈഫ് മുഴുവനും ഏതാണ്ട് ചെലവിട്ടത്. അദ്ദേഹം ഹമനയുടെ നോമിനിയാണെന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഹമനയെ സക്സീഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നേതാവ്, ആ സ്റ്റേച്ചറിലുള്ള ഒരു നേതാവാണ് ഇന്ന് പ്രസിഡന്റായിട്ട് വരേണ്ടത്. അതുകൊണ്ട് ഹമനയുടെ കയ്യിലാണ് ഇത് ഇരിക്കുന്നത്. ആരായിരിക്കും ഇദ്ദേഹത്തിൻ്റെ സക്സസർ ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നത്? ഇറാനിലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഒരുപാട് ചെക്സ് ആൻഡ് ബാലൻസസ് ഉണ്ട്. അപ്പോൾ അതിൽ എക്സ്പീരിയൻസി കൗൺസിൽ, മറ്റേ സുപ്രീം ലീഡറിൻ്റെത്, ഇങ്ങനെ പലതരത്തിലുള്ള ഫാക്ഷൻസ്, വളരെ ഫാക്ഷൻ റിഡറാണ് ഇറാനിയൻ പോളിറ്റിക്സിൽ. അപ്പോൾ അതിൽ ഈ കൺസെൻസസ് ഉണ്ടാക്കുന്നതിൽ റിലീജിയസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിന് ഒരു വലിയ പങ്കുണ്ട്. അപ്പോൾ
അത്തരത്തിലെടുക്കുമ്പോൾ റൈസിയുടെ പിൻഗാമി ആരാണെന്നുള്ളതിനെ തിരഞ്ഞെടുക്കുന്നത് തന്നെ ഒരു വളരെ വലിയൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ആരും പ്രതീക്ഷിച്ചല്ലോ ഇത്തരത്തിലുള്ളൊരു കാര്യം. ഇറാനെ ബാധിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ ഫോറിൻ മിനിസ്റ്റർ മരിച്ചതാണ്. അദ്ദേഹം വളരെ എക്സ്ട്രോർഡിനറി പേഴ്സണാലിറ്റി ആയിരുന്നു. ഏതാണ്ട് ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ജയശങ്കറിൻ്റെ പോലെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു കരിയർ ഡിപ്ലോമാറ്റ് ആയിരുന്നു അദ്ദേഹം. അത് മാത്രമല്ല ഇറാൻ്റെ നമ്പർ 1 എക്സ്പേർട്ടായിരുന്നു അദ്ദേഹം ഈ ഗൾഫ് പോളിറ്റിക്സിൽ. അദ്ദേഹത്തിൻ്റെ കരിയർ മുഴുവനും മിക്കവാറും അദ്ദേഹം ഇറാൻ്റെ അയൽ രാജ്യങ്ങളിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്ററായി. അപ്പോൾ ഈ റൗഹാനിയുടെ ഭരണം നടക്കുന്ന സമയത്ത് അന്ന് പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് സംസാരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ഡീവിയേഷൻ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായല്ലോ. ഈ JCPOA എന്ന് പറയുന്ന ഈ ഇറാൻ ന്യൂക്ലിയർ ഡീല് നെഗോഷിയേറ്റ് ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ കണക്ക് ഫാക്ഷൻ ട്രേഡറാണ്. ഇറാൻ്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ അതുള്ളതാണ് ഇതിൽ. അപ്പോൾ ഇദ്ദേഹം ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു. ഇദ്ദേഹത്തിന് ഇതിൽ വളരെ വലിയ പോളിസി ഡിഫറൻസസ് ഉണ്ടായി. അങ്ങനെ അന്നത്തെ ഫോറിൻ മിനിസ്റ്റർ ഇദ്ദേഹത്തെ അവിടെ നിന്ന് ആ സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ പറഞ്ഞു. അപ്പോൾ അതേസമയം അവിടുത്തെ മജ്ലിസിൻ്റെ സ്പീക്കറായിരുന്നു ലറിജാനി. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഫിഗറാണ്. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ അസിസ്റ്റൻ്റായിട്ട് ഇദ്ദേഹത്തിനെ പാർലമെൻറ്റിലേക്ക് കൊണ്ടുപോയി. അവിടെ തൊട്ടാണ് ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. വളരെ കേപ്പബിളായിട്ടുള്ളതും നമ്മൾ ഇടപെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ്. നേരത്തെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വളരെ കേപ്പബിളായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇറാൻ്റെ ഫോറിൻ പോളിസി എടുക്കുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നർ സർക്കിൾ, കോർ സർക്കിൾ ഈ ഗൾഫ് റീജിയനാണ്. അതിന് ചുറ്റുമുള്ള മിഡിൽ ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളും. അതിൽ ഇത്ര വലിയ എക്സ്പേർട്ടീസും എക്സ്പീരിയൻസുമുള്ള ഒരു ഡിപ്ലോമാറ്റാണ് ഈ ഫോറിൻ മിനിസ്റ്റർ. ഇദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഈ സംഭവങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെയും ഇറാൻ്റെ ഡിപ്ലോമസി വളരെ ആക്റ്റീവായിരുന്നു. അവർ ഇത് നമ്മൾ കണ്ടത് അമേരിക്കയുമായിട്ട് ശരിക്കും അവർക്ക് ഒരു അൺഒഫീഷ്യൽ ഹോട്ട് ചാനൽ തന്നെ ഉണ്ടായിരുന്നു. അത് കാരണമാണ് അമേരിക്കയാണ് ഇവരെ ഉദ്ദേശിച്ചത് ഈ റിറ്റേലിയേഷൻ ചെയ്യുന്നത് ഏത് രീതിയിൽ റിറ്റേലിയേറ്റ് ചെയ്യണമെന്ന് ഇസ്രയേലിനെതിരായിട്ട്. ഇസ്രയേൽ അതിന് ശേഷം ഇസ്രയേലിൻ്റെ കൈ പിടിച്ചിട്ട് ഈ ഒരു തരത്തിൽ കൂടെ അല്ലാതെ റിറ്റേലിയേറ്റ് ചെയ്യരുതെന്ന് നിർബന്ധിച്ചതും അമേരിക്കയായിരുന്നു ഇറാനെതിരായിട്ട്. അതാ ഞാൻ പറഞ്ഞ അവിടുത്തെ പൊളിറ്റിക്കൽ ഡിപ്ലോമാറ്റിക് അലൈൻമെൻറ്റ്സ് വളരെ എക്സ്ട്രോർഡിനറി ആയിരുന്നു കഴിഞ്ഞ ഒരു മാസം. ഒമാനായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും ഗോ ബിറ്റ്വീൻ, വാഷിങ്ടണും തെഹ്റാനും തമ്മിലുള്ളതിൽ. അപ്പോൾ അവരേതാണ്ട് വളരെ അടുത്ത് പ്രവർത്തിച്ചിട്ടാണ് അവരുടെ കോൺഗ്രുവൻസ് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ ഒരു യുദ്ധം പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ആദ്യം ടച്ച് ചെയ്തത്. അമേരിക്കയുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടായിരിക്കുമല്ലോ ഈ ഘട്ടത്തിൽ. അതിലെ അവരുടെ പ്രസ്താവന ഒന്നും വന്നിട്ടില്ല വിശദാംശങ്ങൾ നമ്മളിപ്പോൾ അതാ ഞാൻ പറഞ്ഞ ഒരു 48-72 മണിക്കൂറിലെ വ്യക്തമാകുമെന്നുള്ളത്. അപ്പോൾ ഈ ഫോറിൻ മിനിസ്റ്റർ എടുക്കുകയാണെങ്കിൽ ഇറാന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ ഇറാന്റെ കാര്യങ്ങളിൽ മനസ്സിലാക്കേണ്ടത് അവരുടെ റെറ്റോറിക്കും അവരുടെ നയങ്ങളും പ്രാക്ടിക്കൽ ലെവലിലുള്ള നയങ്ങളും ഏതാണ്ട് രണ്ട് ലോകത്തിലാണത്. റെറ്റോറിക്ക് വലിയ ഇസ്ലാമിക് റെറ്റോറിക്കുമൊക്കെ അവർ സംസാരിക്കുന്നുണ്ടെങ്കിലും ഡിപ്ലോമസിയിൽ വരുന്ന സമയത്ത് വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അവർ നമ്മൾ ഇടപെട്ടിട്ടുള്ളതാണ്. നമുക്ക് വളരെ അടുത്ത് ഇടപെട്ടിട്ടുള്ള ഒരു രാജ്യമാണല്ലോ ഇറാൻ. നമുക്കറിയാം, വളരെ നല്ലവണ്ണം അവരുടെ മനസ്ഥിതി അറിയാവുന്നതുമാണ്. അത് ഇത്തരത്തിലുള്ള ഒരു പ്രാഗ്മാറ്റിക് ലീഡർഷിപ്പാണ്. റൈസി തന്നെയും ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് റൈസി ഒരു ഹോക്കിഷ് പേഴ്സൺ ആണെന്നാണ്. പക്ഷേ അതേസമയം ഈ അമേരിക്കയുമായിട്ട് ഒത്തു പ്രവർത്തിച്ചു കഴിഞ്ഞ ഒരു മാസം ഈ റിറ്റേലിയേഷൻ്റെ സംഭവങ്ങളുമൊക്കെ വന്നതിന് ശേഷം ഏതാണ്ട് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഏപ്രിൽ 1 തൊട്ട് പിന്നെ 14-ാം തീയതി ഇറാൻ റിറ്റേലിയേറ്റ് ചെയ്തു. 19-ാം തീയതി ഇസ്രയേൽ അതിനെ തിരിച്ച് നാംകെ വാസ്തെ എന്ന് വടക്കേ ഇന്ത്യക്കാർ പറയുന്ന രീതിയിൽ ചെയ്തു. ആൻഡ് ഇസ്രയേൽ ലോസ്റ്റ് ഫേസ് അതില്ല. അപ്പോൾ അത് അമേരിക്കയാണ് അതിന് ഉത്തരവാദിത്വം. അമേരിക്കയുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിന് അവർ തയ്യാറെടുത്തല്ലോ. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ വലിയൊരു ചാലഞ്ച് വരുന്ന ഇതാണ്, ഇത്തരത്തിലുള്ള ഒരു പ്രാഗ്മാറ്റിക് ലീഡർഷിപ്പ് വരുമോ,
ഒരു നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു റൈസിയും അമീർ അബ്ദുൾ റഹ്മാനുമായിട്ടുള്ള ഈ രണ്ട് ഒരു വിദേശകാര്യമന്ത്രിയും access അവിടെ പ്രസിഡന്റും. പക്ഷെ രണ്ടുപേരും അത് ഒന്നിച്ച് രണ്ടുപേരും ഒരു ഒന്നിച്ച് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുമ്പോൾ അതിൽ മൊസാദിന്റെ മുദ്രയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഇടവേളയ്ക്ക് ശേഷം മന്ത്രിയും ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത് ഒരു പ്രധാനപ്പെട്ട ആ നിലയിൽ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളൊരു നിരീക്ഷണം വളരെ പ്രധാനമായി വരില്ലേ? അത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യരുതാത്തതാണ്. എല്ലാ നിയമങ്ങളിലും അങ്ങനെ ഉണ്ടല്ലോ. എല്ലാ എയർഫോഴ്സിനും അത് അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഒരു പ്ലെയിനിൽ ഇത്ര ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേതാക്കന്മാർ പോകാൻ പാടില്ല. അതൊരു തെറ്റായിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ ഒരു ചെറിയ ഫ്ലൈറ്റാണ്, അത്ര ദൂരമൊന്നുമില്ല. അസർബൈജാനിൽ നിന്ന് വരുന്നതാണല്ലോ. അതൊക്കെ കൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ ഒരു റിസ്ക് എടുത്തത്. മറ്റ് പ്ലെയിനിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ലല്ലോ. മൂന്ന് ഹെലികോപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം ജൂനിയർ ഓഫീസേഴ്സ് ആയിരുന്നു. ഇത് ഒരു സ്പെഷ്യൽ സെക്യൂരിറ്റി ആയതുകൊണ്ട് ഫോറിൻ മിനിസ്റ്റർ കൂടി അതിൽ ചേർന്നതാണോ എന്നൊക്കെ ചോദ്യങ്ങൾ വരാം. പക്ഷേ അതൊരു ജനറൽ റൂളാണ്. രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും അല്ലെങ്കിൽ പ്രസിഡൻറ്റും ഫോറിൻ മിനിസ്റ്റർ അങ്ങനെ ഒന്ന് യാത്ര ചെയ്തുകൂടാ എന്ന ഒരു നിയമം തന്നെ ഉണ്ട് ലോകരാജ്യങ്ങൾക്കെല്ലാം. അപ്പോൾ അതിനെന്ത് വ്യത്യാസം വരാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായേക്കാം. പക്ഷെ അതിന് വേറൊരു രാജ്യം അത് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കും എന്ന് ചിന്തിക്കാനുള്ള സമയമായിട്ടില്ല. അങ്ങനെ തോന്നുന്നില്ല നമുക്ക്. ആരോടും അവർക്കോട്ട് പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ രണ്ടുപേരും ഈ പ്ലെയിനിൽ കയറി പോകണമെന്ന്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആരും ഇൻസ്റ്റിഗേറ്റ് ചെയ്തതല്ല, ഒരു റോങ് ജഡ്ജ്മെൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭദ്രകുമാർ പറഞ്ഞപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തെ പറ്റി. എനിക്ക് അദ്ദേഹത്തെ പറ്റി അധികം അറിയാമായിരുന്നില്ല. ഇതിൻ്റെ മുമ്പത്തെ വിദേശകാര്യമന്ത്രിയായിരുന്നു എനിക്കറിയാമായിരുന്നത്. അപ്പോൾ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ കൂടെ പോവുക എന്നുള്ളത്, ഒന്നിച്ച് യാത്ര ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും റിസ്കി ആയിരുന്നു. പക്ഷെ മറ്റൊരു കാര്യം ഓർക്കാനുള്ളത്, ഇറാനിൽ കുറച്ച് സന്തോഷ പ്രകടനമൊക്കെ ഉണ്ടായി ഇതുണ്ടായപ്പോൾ. ഈ പ്രസിഡൻറ്റ് കുറച്ച് സപ്രസ് ചെയ്യുന്ന ആളായിരുന്നു. ജഡ്ജായിട്ട് തന്നെ ഒരുപാട് ആളുകളെ തടങ്കലിലാക്കിയിട്ടുണ്ട്. അതുപോലെ ആ ഒരു സ്ത്രീയുടെ മരണത്തിൽ ഒരു വിമൻ മൂവ്മെൻറ്റ് തന്നെ ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് ഇൻറ്റേർണലി കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കും. നേരത്തെ അറിയാം, പക്ഷേ ചിലരൊക്കെ അത് സെലിബ്രേറ്റ് ചെയ്ത് തന്നെ ചെയ്തു എന്നാണ് വാർത്തകൾ ഇപ്പോൾ ഉള്ളത്. അത് ഇറാനിൽ നിന്ന് അങ്ങനെ ഒരു വാർത്ത വരണമെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ അതും ഒരു ആസ്പെക്റ്റ് ആയിരിക്കാം. ഒരു പക്ഷേ ആരെങ്കിലും ഇൻറ്റേർണലി തന്നെ എന്തെങ്കിലും ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാമെന്നല്ലേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും ഭാവിയിൽ. അതിനേക്കാളുമൊക്കെ നമ്മൾ ഈ ഗ്ലോബൽ ഓർഡറിൽ വരുന്ന വ്യത്യാസം, അതുപോലെ അമേരിക്ക എങ്ങനെയാണ് ഇറാനെ വളരെ ചിന്തിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ തന്നെ ചബഹാറിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്കെതിരായിട്ട് സാങ്ഷൻസ് ഉണ്ടാകുമെന്ന് അമേരിക്ക പറയുകയും അതിനെ നമ്മളത് മീറ്റ് ചെയ്ത് അത് പാടില്ല, അത് അഫ്ഗാനിസ്ഥാനിലും കൂടി പ്രയോജനമുള്ളതാണെന്ന് പറയുകയും താലിബാനുമായിട്ട് ഇന്ത്യ ബന്ധപ്പെടുന്നു. അങ്ങനെ അമേരിക്ക ആ സാങ്ഷൻസ് വേണം എന്നുള്ള പറഞ്ഞിരുന്നതിൽ നിന്ന് പിന്മാറിയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുള്ളതുകൊണ്ടാണ് ഇതൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സായി മാറിയിരിക്കുന്നത്. പക്ഷേ ഇനി ഇപ്പോൾ വരുമല്ലോ, എല്ലാ കാര്യത്തിനും ഒരു റീഅറേഞ്ച്മെൻറ്റ്, ഒരു റീഓറിയൻറ്റേഷൻ പെട്ടെന്ന് വരും. അത് ലോകത്തെ ബാധിക്കുന്ന തരത്തിലായിരിക്കുകയില്ല എന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്കതിനെപ്പറ്റി ഇപ്പോൾ ഗസ് ചെയ്യാൻ കഴിയില്ലല്ലോ. സെക്കൻഡ് ഗസ് ഇസ് നോട്ട് സോ ഈസി. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നു, ഇനി പഠിക്കുന്നു, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കുന്നു. അതായിരിക്കും നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. എം കെ ഭദ്രകുമാർ, ഇപ്പോൾ ടി പി ശ്രീനിവാസൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇറാനകത്ത് പുതിയ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം, റൈസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പലതരത്തിലും അദ്ദേഹം അൺപോപ്പുലർ ആണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ പെൺകുട്ടികളുടേതായി ഉയർന്നു വന്നിട്ടുള്ള സമരങ്ങൾ, അതൊക്കെ തന്നെയും വലിയ നിലയിൽ അന്താരാഷ്ട്ര ശ്രദ്ധ തേടിയിരുന്നു. പക്ഷേ ആ സമരങ്ങളെ അടിച്ചമർത്താൻ റൈസിക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിലുള്ള സുപ്രീം ലീഡർക്ക് 85 വയസ്സായി. ഇപ്പോൾ റൈസി തന്നെ പുതിയ സുപ്രീം ലീഡർ ആകാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നു. അതിനെ ഈ സുപ്രീം ലീഡറെ തിരഞ്ഞെടുക്കേണ്ട സമിതി, അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ചിലരെങ്കിലും എതിർക്കുന്നു. അത് തമ്മിലുള്ള വാക്തർക്കം അവിടെ നിൽക്കുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടാകുന്നത് എന്നുള്ളത് ഒന്ന്. നേരത്തെ താങ്കൾ ചർച്ചയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ടി പി ശ്രീനിവാസനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ഈ അർമേനിയ
അസർബൈജാൻ പ്രശ്നത്തിൽ ആ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണല്ലോ താങ്കൾ. അർമേനിയ അസർബൈജാൻ പ്രശ്നത്തിൽ ഇസ്രായേലായിരുന്നു അസർബൈജാന് ആയുധങ്ങൾ കൈമാറിയിരുന്നത്. ആ നിലയിൽ വലിയ പ്രോഫിറ്റ് ഇസ്രായേൽ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. മേഖലയിൽ ഒരു ഷിയ സ്റ്റേറ്റ് ആണെങ്കിൽ പോലും അത് ഇസ്രായേലിനോടായിരുന്നു കുറച്ചുകൂടി ചാഞ്ഞ് നിന്നിരുന്നത്. ഇപ്പോൾ അവിടെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ മെച്ചപ്പെട്ട ഒരു സഹകരണം അസർബൈജാനുമായി ഇറാൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ലീഡർഷിപ്പിനെതിരായി പ്രവർത്തിക്കണം എന്ന് അവരെ തോന്നിപ്പിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളത് മറ്റൊരു വിഷയം. പലസ്തീൻ വിഷയമാണ് നമ്മളെപ്പോഴും ആശങ്കപ്പെടുന്നത്. അതിൻ്റെ പേരിൽ മൊസാദ് ചെയ്യുന്ന ഈ പറയുന്ന പ്രത്യേകിച്ച് പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഒരേ സമയം തന്നെ കൊല ചെയ്യപ്പെടുന്നു. താങ്കൾ അല്പം മുൻപ് ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രസിഡന്റിനേക്കാൾ കൂടുതൽ വലിയ നയതന്ത്രജ്ഞനായി വിദേശകാര്യമന്ത്രിയുണ്ട്. അദ്ദേഹത്തിനെ ഒരു ഇറിപ്ലേസബിൾ ആയിട്ടുള്ള ആളായി മാറുന്നു എന്നുള്ളതൊക്കെ തന്നെയും. അപ്പം ഏത് ഘടകമാണ് യഥാർത്ഥത്തിൽ ഇറാൻ കൂടുതലായി പരിശോധിക്കുന്നുണ്ടാവുക? ഇതെല്ലാം സർക്കംസ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. നികേഷ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഇതാണ്. കൗക്കാസസിലെ ഗ്രേറ്റ് ഗെയിം അത് ഇതിലൊരു ഫാക്ടറാണ്. അത് വളരെ ശരിയാണ് നികേഷ് പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ യുദ്ധം ഉണ്ടായ സമയത്ത് അർമേനിയയും അസർബൈജാനും തമ്മിൽ യുദ്ധം ഉണ്ടായ സമയത്ത് അസർബൈജാനെ കൂടുതൽ പിന്തുണ കൊടുത്തത് ടർക്കിയായിരുന്നു, ഇസ്രയേൽ അല്ല. ഇസ്രയേല് അവിടെ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു റീജിയണൽ ഇന്റലിജൻസ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ട് അസർബൈജാനിൽ. അത് കുറേ വർഷങ്ങളായിട്ട് അതവിടെ പ്രവർത്തിക്കുന്നു. അത് അവിടെ പ്രവർത്തനത്തിന് ഫെസിലിറ്റി കൊടുത്തത് അതിന് പലതരത്തിലുള്ള സാങ്കേതിക വൈദഗ്ധ്യം ഇസ്രായേല് അസർബൈജാന് കൈമാറുമായിരുന്നു. ഇന്റലിജൻസ് ഷെയറിങ്ങും ഇത്തരത്തിലുള്ള കാര്യങ്ങളും. അസർബൈജാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നാഷണാലിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട് ഇറാനുമായിട്ട്. അപ്പോൾ അവിടെ ഒരു വലിയൊരു അസറി പോപ്പുലേഷൻ ഉണ്ട്. ഈ ആക്സിഡന്റ് നടന്ന സ്ഥലത്തും ഒരു അസറി പ്രദേശമാണ്. അപ്പോൾ അത് കാരണം അവർ തമ്മിൽ ഒരു വലിയ ഫ്രിക്ഷൻ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഫാക്ടർ ഉള്ളത്, ഈ 20 കിലോമീറ്റർ ഈ ബോർഡറിന്റെ അടുത്ത് 20 കിലോമീറ്റർ അകലെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. 20 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മിസൈൽ സ്ട്രൈക്കിന് പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ അവിടുത്തെ ആ ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ വടക്കുവശത്ത് അസർബൈജാൻ, പടിഞ്ഞാറ് വശത്ത് കുർഡിസ്ഥാൻ ഈസ് അനദർ സ്ട്രോങ് ഇസ്രായേലി ഇന്റലിജൻസ് സ്റ്റേഷൻ. അവിടെയാണല്ലോ ഇറാൻ അടിച്ചത്, ഒരു ഇസ്രായേലിന്റെ ഇന്റലിജൻസ് സ്റ്റേഷനെ അടിച്ച് തകർത്തത് കുർഡിസ്ഥാനിൽ, എർബിലിൽ. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്ന സമയത്ത് വലിയൊരു സാധ്യതയുള്ളത് ഒരു ഡ്രോൺ അറ്റാക്കോ ഒരു മിസൈൽ സ്ട്രൈക്കോ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതാണ് ഇന്നത്തെ സ്ഥിതിയിൽ നമ്മൾ കണക്കിലെടുക്കേണ്ടത്. അപ്പോൾ അത് വരുമ്പോൾ അത് എല്ലാം വ്യക്തമാകും. ഇതൊക്കെ ഏത് രീതിയിലാണ് ഈ ഹെലികോപ്റ്റർ തകർന്നതെന്നുള്ളതിലോട്ട് കടക്കുമ്പോൾ അതിൻ്റെ എക്സ്പേർട്സ് ഒപ്പീനിയൻ വരുമ്പോൾ റഷ്യ സഹായിക്കാമെന്ന് ഓഫർ ചെയ്തിരിക്കുകയാണ്, ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കാമെന്ന്. അപ്പോൾ അത് വരുന്ന അതിൽ നിന്ന് തന്നെ വ്യക്തമാകും ഇതിലൊരു എക്സ്റ്റേണൽ ഫാക്ടർ ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാവും. ഈ രണ്ടു പേരും കൂടെ ഒരു ഹെലികോപ്റ്ററിൽ പോകുന്നത് അത് ഒരു പ്രകാരത്തിൽ ഒരു അൺയൂഷ്വലാണ്. തീർച്ചയായിട്ടും എല്ലാ രാജ്യങ്ങളിലുമുള്ള ഒരു കോഡാണിത്. അങ്ങനെ ഒന്നിച്ചു പോരുതെന്നുള്ളത്, തലപ്പത്തുള്ള നേതാക്കൾ ഒന്നിച്ചു പോരുതെന്നുള്ളത്. പക്ഷേ സിയാഉൽ ഹക്കിൻ്റെത് കണ്ടോ? സിയാഉൽ ഹക്കിൻ്റെ ആ പ്ലെയിൻ തകർക്കുന്നത് അമേരിക്കക്കാർക്ക് പങ്കുണ്ടായിരുന്നു. പക്ഷെ അവസാന ഘട്ടത്തിൽ ഈ ഓപ്പറേഷൻ മുന്നോട്ട് പോയി കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ നിയന്ത്രണം വിട്ട് സിയാഉൽ ഹക്ക് അമേരിക്കൻ അംബാസഡറെയും കൂടെ ക്ഷണിച്ച് ആ വിമാനത്തിൽ കയറ്റിയത്. അത് കാരണം ആ ബ്ലാസ്റ്റിൽ അമേരിക്കൻ അംബാസഡർ മരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് യാദർശികമായിട്ട് ചിലപ്പോൾ ചില സംഭവങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. അതായത് ഈ റൈസി ഫോറിൻ മിനിസ്റ്ററുടെ അവസാന ഘട്ടത്തിൽ ചിലപ്പോൾ പറഞ്ഞു കാണും, എൻ്റെ കൂടെ വരും, നമുക്കിരുന്ന് സംസാരിക്കാം ഈ കാര്യം. ആ പ്ലെയിനിൽ ഇതാവും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കോൺസ്പിറസി തിയറിയിലോട്ട് കടക്കരുതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പിന്നെ താങ്കൾ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇറാൻ ഒരിക്കലും ഒരു എന്താ പറയുന്ന ഒരു മോണോലിത്തിക് ആയിട്ടുള്ള ഒരു ബോഡി പോളിറ്റി അല്ല. ഈ ഷിയ പോളിറ്റിക്സ് ഹിസ്റ്റോറിക്കലായിട്ട് ഫാക്ഷൻ റിഡനാണ്. അവർക്ക് ഒരു കാര്യത്തിലും അവർക്ക് ഒരു കോംപ്രമൈസിലെത്തുന്നതിലും ഒരു വലിയ ബുദ്ധിമുട്ടുള്ളവരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമാതിരി കാലുവാരുക എന്നുള്ള രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ശൈലിയുള്ളവരാണ്.
അപ്പോൾ അത് കാരണം അവിടെ നമ്മളെല്ലാം ഈ ഇറാനെ പഠിക്കുന്നത് മുഴുവനും, ഇറാനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് മുഴുവനും പാശ്ചാത്യ ലോകത്തു നിന്നുള്ള നാരേറ്റീവ്സ് കേട്ടുകൊണ്ടാണ്, വായിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അവിടെയാണ് ഈ കുഴപ്പം വരുന്നത്. ഇത് ഇറാനെ ബ്രാൻഡ് ചെയ്യുകയാണ് ഒരു പ്രകാരത്തിൽ. പക്ഷേ അത് അത്തരത്തിലുള്ള ഒരു റെഷീം അല്ല അവിടെയുള്ളത്. ഈ റെവല്യൂഷൻ വന്നതിന് ശേഷം അവിടെ വളരെ വലിയൊരു ചേണിങ് ഉണ്ടായിട്ടുണ്ട്, സോഷ്യൽ ചേണിങ് ഉണ്ടായിട്ടുണ്ട്. അത് കാരണം ഒരു വലിയൊരു, ഇപ്പോൾ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ അഹമ്മദിനെജാദ് എടുക്കുക. അഹമ്മദിനെജാദിൻ്റെ അച്ഛൻ ഒരു കോബ്ലറായിരുന്നു. അതൊന്നും ഇറാനിൽ ഒരിക്കലും, ഇറാന്റെ ചരിത്രത്തിൽ മുഴുവനും 3000 വർഷത്തിലോട്ട് കിടക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ കണ്ടു ആ സോഷ്യൽ മൊബിലിറ്റി വന്നത്. ഇദ്ദേഹം ഒരു PhD കാരനുമായിരുന്നു, ഒരു കോബ്ലറുടെ മകനായിരുന്നുവെങ്കിലും പ്രൊഫസറുമായിരുന്നു, എന്നിട്ട് പ്രസിഡന്റ് ആവുകയാണ്. അപ്പോൾ അത് ഈ രാജ്യത്ത് ഈ റെവല്യൂഷനിൽ, ഈ വിപ്ലവത്തിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള വളരെ വലിയൊരു സെക്ഷൻ അവിടുത്തെ പോപ്പുലേഷനിൽ ഉണ്ട്. അത് വെസ്റ്റേൺ നാരേറ്റീവ്സിൽ ഒരിക്കലും കടന്നുകൂടിയിട്ടില്ല. ആ സ്ട്രെയിൻ ഓഫ് തോട്ട് കടന്നുകൂടിയിട്ടില്ല. അപ്പോൾ അതെടുക്കുന്ന സമയത്ത് അവിടെ പിന്നെ വേറൊന്നുള്ളത്, നമ്മളെല്ലാം കേൾക്കുന്നത് റിപ്രസീവ് റെഷീമാണ്, അതോറിറ്റേറിയൻ റെഷീമാണ്, അതൊക്കെയാണെന്നുള്ളതാണ്. പക്ഷെ അതേസമയം അവിടുത്തെ ഒരു റെഡ് ലൈൻ ഉണ്ട്. ആ റെഡ് ലൈൻ കഴിഞ്ഞു പോവുകയാണെങ്കിൽ സർക്കാർ അവരെ നേരിടും. പക്ഷെ അതേസമയം ഡിസെൻറ്റിങ് വോയിസസ് ഇല്ലാത്ത ഒരു സൊസൈറ്റിയും അല്ല. അവിടെ ചുറ്റുമുള്ള പല അറബ് രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ സ്ത്രീകളെ എടുക്കുക, ഉദാഹരണത്തിന് ഏതാണ്ട് 1/3 കൂടുതൽ സ്ത്രീകൾ പാർലമെന്റിൽ അംഗങ്ങളായിട്ടുള്ളത് സ്ത്രീകളാണ്. പിന്നെ ഇവിടുത്തെ നമ്മുടെ അംബാസഡർ ആയിരുന്നു, ഞാൻ ഡിവിഷനിൽ ഹെഡായിരിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഇറാനിയൻ അംബാസഡർ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വൈഫ്, ഞങ്ങൾ സോഷ്യലായിട്ട് എൻ്റെ ഫാമിലിയുമായിട്ട് മിക്സ് ചെയ്യുക, എൻ്റെ വൈഫിൻ്റെ വളരെ അടുത്തൊരു ഫ്രണ്ടുമായിരുന്നു. അവരൊരു ന്യൂക്ലിയർ ഫിസിസിസ്റ്റ് ആയിരുന്നു. അവർ കൂടെ ഇവിടെ ഹസ്ബൻഡിനെ വന്ന് വിസിറ്റ് ചെയ്യും. പക്ഷെ അവർക്ക് അവരുടെ പ്രൊഫഷനും അവരുടെ കരിയറും ഉണ്ടായിരുന്ന വളരെ ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആയിരുന്നു അവർ. അപ്പം ആ സൊസൈറ്റി ഒരു തരത്തിൽ നമുക്ക് ബ്രാൻഡ് ചെയ്യാവുന്ന ഒരു സൊസൈറ്റി അല്ല. അവിടെ ഈ തലപ്പത്തിൽ വന്നിട്ടുള്ള ആളുകളെല്ലാം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ഈ റെഷീമിൽ. പക്ഷേ ഉണ്ടാകുന്ന ആളുകളുടെ ഒരു തെരഞ്ഞെടുപ്പിനോടും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് രീതിയോടും ഒക്കെ ഉള്ള ഒരു മന്ദതയുണ്ടല്ലോ. ആ മന്ദത എന്ന് പറയുന്നത് അതിനകത്ത് ആ റെജീം വേണ്ട വിധത്തിൽ അവരുടെ ഒരു സ്വാതന്ത്ര്യ താല്പര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടല്ലോ. ഇപ്പോൾ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് 85 അംഗ കമ്മിറ്റി പുതിയ സുപ്രീം ലീഡറെ തിരഞ്ഞെടുക്കുന്നു. അവിടെ ഇബ്രാഹിം റൈസിക്ക് തന്നെ അതിനകത്ത് സുപ്രീം ലീഡറായി മത്സരിക്കുന്നതിനുള്ള എതിർപ്പ് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള സമിതിയാണെങ്കിൽ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള സമിതിയിൽ ഈ ഹാർഡ് ലൈനേഴ്സിന് പൂർണ്ണമായും യോജിച്ചു പോകാൻ കഴിയുന്ന ആളുകളെ മാത്രമേ മത്സരിക്കാൻ വിടുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണല്ലോ അവിടെ പോളിംഗ് ശതമാനം വല്ലാതെ താഴേക്ക് പോകുന്നത്. ഇപ്പോൾ ഇബ്രാഹിം റൈസി തിരഞ്ഞെടുക്കപ്പെട്ട ശരിയല്ല. ഇപ്പൊ അത് ഞാനൊരു തിരിച്ചൊന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ഡൊണാൾഡ് ട്രംപ് എന്നുള്ള പ്രതിഭാസം എന്ത് തരത്തിലുള്ള ഒരു ഫോഴ്സസിനെയാണ് അത് റിപ്രസെന്റ് ചെയ്യുന്നത്? അവിടുത്തെ പൊളിറ്റിക്കൽ ഏലിയനേഷനല്ലേ അത് കാണിക്കുന്നത്? സ്വാംപ്, ആ എക്സ്പ്രഷൻ മുന്നോട്ട് കൊണ്ടുവന്നത് തന്നെ അതിന്റെ ധ്വനി എന്തായിരുന്നു? പാശ്ചാത്യ രാജ്യങ്ങളെ തെരഞ്ഞെടുപ്പിൽ എടുക്കുക, അതിലവിടുത്തെ എന്താണ് പോളിംഗ് റേറ്റുകൾ വരുന്നത്? ഈ ഇന്ത്യയിലെ കണക്കുള്ള എംപവർമെന്റ്, സെൻസ് ഓഫ് എംപവർമെന്റ് ഈ ഇലക്ഷൻ സമയത്തുള്ള എംപവർമെന്റ് വളരെ വാശിയോടുകൂടി ആ വോട്ടിന്റെ ആ ദിവസം എ പേഴ്സൺ ഫീൽസ് എംപവേർഡ്. ഇന്ത്യയിൽ എത്ര പാവപ്പെട്ട മനുഷ്യനാണെങ്കിലും എന്ത് റിക്ഷാക്കാരനാണെങ്കിലും ഒരു ഇതാവും. ഇപ്പം ഡൽഹിയിൽ ആവേശത്തോടു കൂടിയാണ് അവരുടെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർ പറയുന്നത് ഈ കാര്യങ്ങളിൽ അവർ ഭരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യയിലെയാണ്. പക്ഷേ അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളിൽ എടുക്കുകയാണെങ്കിൽ ഈ മന്ദത എന്ന് നികേഷ് പറഞ്ഞത് അതൊരു വളരെ വലിയൊരു പ്രശ്നമാണ്. മന്ദത എന്നുള്ളത് അവിടെ ഇതിൽ താല്പര്യമില്ല, രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല. എന്ന് വെച്ചാൽ ഇത് അവിടെ പോയി കഴിഞ്ഞാൽ, വാഷിങ്ടണിൽ പോയി കഴിഞ്ഞിരുന്നാൽ അവരുടെ തോന്നിവാസങ്ങളാണ്. ആളുകൾക്കറിയാം ഈ കാര്യങ്ങൾ. യുക്രൈൻ വാറിൻ്റെ പിറകിലുള്ള കളികൾ എന്താണ്, ആയുധങ്ങൾ വിൽക്കുന്നതിനുള്ള അതിൻ്റെ പിറകിലുള്ളത്, അതിൻ്റെ കിക്ക് ബാക്സും ലോബിയും ഇതൊക്കെ അറിയാവുന്നതാണല്ലോ.
അപ്പോൾ ഇത് നമ്മൾ അതിലോട്ട് ഇങ്ങനെ കടക്കേണ്ട ആവശ്യമില്ല. മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു മോഡലുണ്ടോ? ഒരു ഡെമോക്രസിക്ക് എന്ന് പറഞ്ഞാൽ ഒരു മോഡല് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? ഈ തരത്തിലുള്ള ഒരു മാത്രമേ ഞാൻ ഡെമോക്രസിയായിട്ട് ഞാൻ കണക്കാക്കുമെന്നത് പറ്റില്ലല്ലോ. അതൊരു ഒരു 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 സാഹചര്യത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അതൊരു വേറൊരു തരത്തിലുള്ള ഒരു വേരിയൻ്റായിട്ട് മാറുകയാണ്. ഇന്ത്യയിൽ തന്നെ നമ്മൾ കാണുന്നില്ലേ, ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് എന്തൊക്കെയുള്ള അബറേഷൻസ് നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് അതിനെ ആ രീതിയിൽ ചിത്രീകരിക്കരുത്, ആ രീതിയിൽ ബ്രാൻഡ് ചെയ്യരുത്. ശരിയാണ്. ഞാൻ വരാം, ഒരു ഇടവേള കൂടി. ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ 2 പ്രത്യക്ഷ യുദ്ധം നടക്കുകയാണ്. ഒന്ന് റഷ്യ യുക്രൈൻ യുദ്ധം, 2 ഇസ്രായേൽ പലസ്തീനെതിരായി നടത്തുന്ന യുദ്ധം. ഇപ്പോൾ ഈ ഒരു, എനിക്കറിയാം ഞാൻ അതിലേക്ക് എടുത്തു ചാടുകയാണ് എന്ന്, എങ്കിൽ പോലും ഒരു ഇറാൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടാവുകയാണ് എങ്കിൽ, അതൊരു ഡിബേറ്റിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതമാണ് നമ്മൾ നേരത്തെ 1ാം ഘട്ടത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന് ഇവിടെ ശ്രീ എം കെ ഭദ്രകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആർക്കാണ് താല്പര്യം അങ്ങനെ ഒരു യുദ്ധത്തിൽ? ഇനി അഥവാ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ തങ്ങളെ ഇസ്രായേൽ ഹർട്ട് ചെയ്തു എന്ന് തോന്നുകയാണെങ്കിൽ, തങ്ങളുടെ പ്രസിഡന്റിനെയും വിദേശകാര്യമന്ത്രിയെയും ഹർട്ട് ചെയ്തു എന്ന് തോന്നുകയാണെങ്കിൽ, സ്വാഭാവികമായും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു പരസ്യ നിലപാട് എടുക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതൊരു യുദ്ധത്തിലേക്ക് കലാശിച്ചാൽ, ഇറാനാണെങ്കിൽ ഇപ്പോൾ ഡമാസ്കസിൽ അവരുടെ ജനറലിനെ കൊന്നപ്പോൾ അതിന് ഒരു ഒത്തുകളി രീതിയിലാണ് പ്രതികരണം നൽകിയിട്ടുള്ളത്. തലേ ദിവസം പ്രഖ്യാപിക്കുക, പിറ്റേ ദിവസം മിസൈൽ വിടുക, അതിനെ ഇസ്രായേൽ മുഴുവനായും ഡിഫെൻഡ് ചെയ്യുക. അത് പിന്നീട് എസ്കലേറ്റ് ചെയ്തില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നവംബറിൽ അമേരിക്കൻ ഇലക്ഷനാണ്. അവർ മിഡിൽ ഈസ്റ്റിൽ ഫ്ലെയർ അപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അമേരിക്കയുടെ സഹായം ഇസ്രായേലിനില്ലാതെ ഇസ്രായേലിനും ഇറാനെതിരായിട്ടുള്ള യുദ്ധം നടത്താനാകില്ല. ഈ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഒരു ആശ്വാസം നൽകുന്നുണ്ടോ ഇപ്പോൾ ഈ ഒരു വർഷം എന്തായാലും ഇക്കാര്യത്തിൽ ഒരു എസ്കലേഷൻ ഉണ്ടാകില്ല എന്ന്? ഇക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇറാൻ ഈ 600 മിസൈൽ അയച്ചു എന്ന് പറയുന്നെങ്കിലും എന്ത് നാശനഷ്ടങ്ങളുണ്ടായി എന്ന് നമുക്കറിയില്ലല്ലോ. ഇസ്രായേലി കോൺസൽ ജനറലിനോട് ഞാൻ സംസാരിച്ചു ഒരു ഏഷ്യാനെറ്റ് പ്രോഗ്രാമിൽ. അപ്പോൾ അവർ പോലും അതൊരു വലിയ ആക്രമണമായിട്ട് കണക്കാക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു യുദ്ധമാകാൻ സാധ്യതയില്ല. കാരണം ഇസ്രായേലും ഇറാനുമായിട്ടൊരു യുദ്ധം ഇപ്പോൾ നടക്കാൻ സാധ്യതയില്ല. ഇതൊരു എന്താണ് ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ, ഒരു വാർണിംഗ് എന്നുള്ളതിലേ ഉള്ളൂ. അല്ലാതെ ഒരു മുഴുവൻ യുദ്ധത്തിന് അവർക്ക് പോകാൻ സാധ്യമല്ല. അത് അമേരിക്കയും സമ്മതിക്കുകയില്ല, ഇസ്രായേലിനെ അതിന് ഉൾപ്പെടാൻ അതുപോലെ മറ്റുള്ളവരും സമ്മതിക്കുകയില്ല. അങ്ങനെയാണ് സംഭവിച്ചത്. അതൊരു നെയിം സേക്ക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് അതിലുണ്ടായത്. അപ്പോൾ അതിലേതോ ഒരു മെസ്സേജ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു യുദ്ധത്തിന് തയ്യാറായിട്ടില്ല അവരാരും തന്നെ. അപ്പോൾ അതുകൊണ്ട് ആ ആങ്ഷൈറ്റി നമുക്ക് ആവശ്യമില്ല. പക്ഷേ പാലസ്തീന് വേണ്ടി നിൽക്കാൻ വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഏക രാജ്യം ഇന്ന് ഇറാനാണെന്നുള്ളതാണ് ഓർക്കേണ്ടത്. കാരണം മറ്റ് അറബ് രാജ്യങ്ങളൊന്നും ഇക്കാര്യത്തിൽ നോക്കാതെ തിരിഞ്ഞു നിൽക്കുകയാണല്ലോ. അവരൊക്കെ ചെയ്യുന്നുണ്ട്, അവർ നെഗോഷിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഒമാൻ ചെയ്യുന്നുണ്ട്, ഖത്തർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആരും പാലസ്തീന് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറില്ല. ഹമാസുമായിട്ടൊരു ഡിസ്റ്റൻസ് പാലിക്കുകയും പാലസ്തീൻ അതോറിറ്റിയാണ് യഥാർത്ഥത്തിൽ പാലസ്തീൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള ഒരു പ്രിറ്റൻഷനിൽ അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന മട്ടിലാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഓവറോൾ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകളില്ല. അമേരിക്ക തീർച്ചയായും ഇസ്രായേലിനെ റെസ്ട്രെയിൻ ചെയ്യും. അതുപോലെ മറ്റ് അറബ് രാജ്യങ്ങൾ ഒരുപക്ഷെ ഹമാസിനെ റെസ്ട്രെയിൻ ചെയ്തുവെന്നും വരാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു വലിയ യുദ്ധത്തിന് സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ സംഭവം ഒരുപക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമോ എന്നുള്ള ഭയം നമുക്കെല്ലാം ഉള്ളത്. കാരണം ഇത് എങ്ങനെയാണ് ഡീസ്റ്റെബിലൈസ് ചെയ്യുക ആ സിറ്റുവേഷൻ. നമ്മൾ കുറേശ്ശെ സ്റ്റെബിലൈസ് വരുന്ന ഒരു കാര്യമാണ്. ഒക്കെ ദിവസത്തോറും ആളുകൾ മരിക്കുന്നുണ്ട് ഗാസയിൽ എന്നുള്ള സംശയമില്ല. റഫാൽ അവരുടെ അറ്റാക്ക് വളരെ ക്രൂരമായിട്ടുള്ളതാണ്. പക്ഷേ അതിനേക്കാളും ഒരു ജിയോ പൊളിറ്റിക്കൽ സെൻസിൽ നോക്കുമ്പോൾ കുറച്ചൊരു സമാധാനം, നമ്മളൊരു സീസ് ഫയറിൻ്റെ അറ്റത്ത് എത്തി നിൽക്കുകയാണ് എന്നൊരു തോന്നലുണ്ടായിരുന്നു. അത് ഡിസ്റ്റർബ് ചെയ്യപ്പെടുമോ എന്നുള്ളതാണ് ഞാൻ ആദ്യം മുതൽ തന്നെ പറയുന്ന ഒരു ആശങ്ക.
ശ്രീ എം കെ ഭദ്രകുമാർ, അമേരിക്ക ഇതുവരെ ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം നിരീക്ഷിക്കേണ്ടതുണ്ടോ? ഉണ്ട്. ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ പരിഗണന അമേരിക്കയാണ് ഈ കാര്യത്തിൽ. എന്ന് വെച്ചാൽ ഈ ബൈഡനും നെതന്യാഹുവും തമ്മിലുള്ള പേഴ്സണൽ ഇക്വേഷൻസ് ഏതാണ്ട് പൂർണ്ണമായിട്ടും നശിച്ചിരിക്കുകയാണ്. ഓപ്പണായിട്ട് ത്രട്ടൺ ചെയ്യുക, വാർണിങ്ങുകൾ കൊടുക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ ശൈലിയിലേക്ക് നയതന്ത്ര തലത്തിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ കടന്നുകൂടി. ഇസ്രായേലിൻ്റെ ഒരു യുദ്ധം നടക്കുന്നതിനിടയിൽ ഈ യുദ്ധം ജയിക്കാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് ബ്ലിങ്കൻ പറയുന്നു. ഇതൊക്കെ പരിഹസിക്കുന്ന കണക്കാണ് സംസാരിക്കുന്നത്. അതേസമയം നെതന്യാഹുവിനെ സംബന്ധിച്ചോളം ഈ യുദ്ധം മുന്നോട്ട് പോകണമെന്നുള്ളത് ഒരു എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂ ആണ്. യുദ്ധം കഴിഞ്ഞ് സമാധാനത്തിലൂടെ പോവുകയാണെങ്കിൽ അദ്ദേഹം നേരെ ജയിലിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ആ ഇമ്മ്യൂണിറ്റി, അദ്ദേഹത്തിനുള്ള ഇമ്മ്യൂണിറ്റി, പ്രധാനമന്ത്രിയുടെ പദവി അദ്ദേഹം കയ്യിലിരിക്കുന്ന സമയത്ത് മാത്രമേ അദ്ദേഹത്തിനുണ്ടാവൂ ഈ ഇമ്മ്യൂണിറ്റി. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഈ യുദ്ധം നിൽക്കുന്നതിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല. അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതേസമയം ഇസ്രയേൽ തന്നെയും ഒരു വളരെ ഹൈലി പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. പക്ഷേ അതിലൊരു വലിയ പാരഡോക്സ് ഉള്ളത്, ഈ പാലസ്തീനിയൻ പ്രശ്നവും ഹമാസിൻ്റെ കാര്യവും ഗാസയുടെ ഭാവിയും മറ്റും എടുക്കുന്ന സമയത്ത് ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു ഫോർമുലയുണ്ടല്ലോ, അത്തരത്തിലുള്ള ഒരു ഫോർമുലയ്ക്ക് നഖശിഖാന്തം എതിർക്കുന്ന ഒരു മനസ്ഥിതിയാണ് ഇന്ന് ഇസ്രായേലികളുടെ ഇടയിലുള്ളത്. അവിടെ 2 സ്റ്റേറ്റ് സൊല്യൂഷനും ഒരു കോംപ്രമൈസ് ഫോർമുലയും മുന്നോട്ട് കൊണ്ടുപോകുന്ന, യാഥാർത്ഥ്യബോധത്തോടു കൂടി കൊണ്ടുപോകുന്ന, അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ ഒരു വളരെ ചുരുക്കമായിട്ടുള്ള വളരെ ചെറിയതായിട്ടുള്ള ഒരു മൈനോറിറ്റിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നെതന്യാഹുവിൻ്റെ ട്രംപ് കാർഡ് അതാണ്. അതിനെ ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക, യുദ്ധം കൊണ്ടുപോവുക എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം കണക്കിലെടുക്കുന്നത് ബൈഡൻ ഏതെങ്കിലും രീതിയിൽ ഈ കാര്യം കൊണ്ട് തോൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും മുൻകൈ കിട്ടും ട്രംപ് വരികയാണെങ്കിൽ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു കണക്കുകൂട്ടലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലെന്ന് തന്നെ കണക്കിലാക്കണം. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇറാൻ പണ്ടും നേരിട്ടിട്ടുണ്ട്. റവല്യൂഷൻ കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു വർഷക്കാലത്തിനകത്ത് തന്നെ ഒരിക്കൽ അവരുടെ ആ റവല്യൂഷണറി കൗൺസിലിനെ മുഴുവനും ബോംബിൽ ഒരു കോൺക്ലേവിൽ വന്ന് ഒരു ടേബിളിന് ചുറ്റുമായിട്ടിരുന്ന് അവരുടെ നയങ്ങൾ രൂപീകരിക്കുന്ന ചർച്ച നടക്കുന്ന സമയത്ത് ബെഹഷ്ടി, അന്ന് അയത്തോള ഖൊമനയുടെ ഇമാം ഖൊമനയുടെ വലത് കൈയായിരുന്നു അയത്തോള ബെഹഷ്ടി ഉൾപ്പെടെ എല്ലാവരെയും ഒരു ബോംബ് ആരോ കൊണ്ടുവന്ന് ആ ടേബിളിൻ്റെ അടിയിൽ ഒരു ബോംബ് വെച്ചു. ഉണ്ടായിരുന്ന റവല്യൂഷണറി കൗൺസിലിലുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള നേതാക്കളെല്ലാം ഒരു മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ മുഴുവനും എലിമിനേറ്റഡായി. എന്നിട്ട് അവരതിൽ നിന്നും വീണ്ടും വരികയായിരുന്നു. അപ്പോൾ സുലൈമാനിയുടെ അസാസിനേഷൻ എടുക്കുകയാണെങ്കിലും, അപ്പോൾ ഇത് നമ്മളുടെ ഇന്ത്യയിലും മറ്റും എടുക്കുന്ന സമയത്ത് തന്നെ എടുക്കുകയാണെങ്കിലും നമ്മൾ കാണണം, ഇത് പാർലമെൻറ്റിൻ്റെ അറ്റാക്ക്, ഈ പാർലമെൻറ്റിൻ്റെ അറ്റാക്ക് പാകിസ്ഥാനിൽ നിന്ന് നടന്നത് എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? നമ്മളുടെ ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇലീറ്റിനെ തകർക്കുക എന്നുള്ളതായിരുന്നു, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഏത് രീതിയിൽ പ്രതികരിക്കണമെന്നുള്ളതൊരു വലിയൊരു പ്രതിസന്ധിയിലോട്ട് മാറും എല്ലാവർക്കും. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പ്രിഫറൻസ് ഒരിക്കലും യുദ്ധമല്ലായിരുന്നു. യുദ്ധത്തിനെതിരായിട്ടുള്ള ഒരു നയമാണ് ഇറാൻ എല്ലാ കാലങ്ങളിലും എടുത്തിട്ടുള്ളത്. അവർക്ക് അതിന് ആവശ്യമില്ല. എന്ന് വെച്ചാൽ അവരുടെ ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറയുന്ന ആളുകൾ മിക്കവാറുമുള്ള കാര്യങ്ങൾ അവർ തന്നെ കൈകാര്യം ചെയ്യുകയാണ്. അപ്പോൾ ഇറാന്റെ ആം ഫോഴ്സസോ ഒന്നും രംഗത്ത് വരേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ഈ കാര്യത്തിൽ ഇതുപോലുള്ള ഒരു നിലപാട് തന്നെ ആയിരിക്കും ഞാൻ കാണുന്നിടത്തോളം ഇറാൻ എടുക്കാൻ പോകുന്നത്. അവരുടനെ ഒന്നും യുദ്ധമൊന്നും പ്രഖ്യാപിക്കാനൊന്നും പോകുന്നില്ല. വളരെ നന്ദി ശ്രീ കെ പി ഫാബിയൻ, ശ്രീ ടി പി ശ്രീനിവാസൻ, ശ്രീ എം കെ ഭദ്രകുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. Debate with M.V. Nikesh Kumar.